ആണ് കേട്ടോ നമ്മൾ ഇവിടെ താമസിച്ച വീട്. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചത് കേട്ടോ. ഫുഡൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. നമ്മുടെ ഫുഡ് കാര്യങ്ങൾ താമസിച്ച വീട്. അപ്പം നമ്മുടെ ഈ 2 റൂമാണ്. നമ്മുടെ ടി വി ഉണ്ട്. ടി വി അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിള് എല്ലാം ഇവിടെ തന്നെ. അപ്പം ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബെഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ഹോം സ്റ്റേകളാണ് കേട്ടോ. വലിയ വലിയ ഹോട്ടലുകളില്ല. അകത്തിൽ കൂടുതൽ ഇതുപോലത്തെ ഹോം സ്റ്റേകളാണുള്ളത്. പിന്നെ ഫുഡൊക്കെ നമ്മുടെ പോലെ സാധാരണ ഫുഡ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ വന്ന ദിവസം തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് ഇനി അടുത്ത ഫസ്റ്റ് നമ്മുടെ സൈറ്റ് സീയിങ് അങ്ങനത്തെ പരിപാടികൾ ഞങ്ങളുടെ സ്വന്തം വീട് പോലെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ട്. പുള്ളിക്കാരി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ. അപ്പോൾ എല്ലാം ഞങ്ങളുടെ സ്വന്തം വീട് പോലെ തന്നെ ആയിരുന്നു. നമുക്ക് എല്ലാ സഹായങ്ങളും ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇടിയട പൊരിച്ച എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇടിയട പൊരിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 3 ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് ചട്നിയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തേങ്ങാ ചട്നിയുണ്ട്. ഇവിടെ തേങ്ങയ്ക്കൊന്നും ഒരു കുറവില്ല. തേങ്ങയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ സാധനമുള്ളത് എനിക്കൊന്ന് ഏറ്റവും കൂടുതലുള്ള തേങ്ങയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇടിയട പൊരിച്ചതും ചട്നിയായിരുന്നു ഒരു ദിവസത്തെ ഫുഡ് കേട്ടോ. പിന്നെ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ താമസ ഹോം സ്റ്റേയിൽ നല്ല ഫുഡ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ നല്ല പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്നത് കൂടുതലും കേരളത്തിൽ നിന്നാണ് കേട്ടോ. ഈ കടലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് കേരളത്തിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ദിവസം നമ്മൾ തിന്നക്കര പോയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് പാഴ്സലൊന്നും കിട്ടാറുണ്ട്. പാഴ്സലൊന്നും കിട്ടുമ്പോൾ അതിൻ്റെ അത് നമുക്കിത് ഇറച്ചിച്ചോറുമല്ല മീനിട്ട ചോറാണ് കേട്ടോ ഈ സംഭവം. മീനിട്ട ചോറ് നമുക്ക് അതുപോലെ പാഴ്സൽ ചെയ്തൊക്കെ തന്നു വിട്ടത്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ വരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ഈ ഒരു സാധനത്തിൻ്റെ പേര് കിലാഞ്ചി എന്നാണ് കേട്ടോ. കിലാഞ്ചിയും അത് പച്ചരി വെച്ച് ഭയങ്കര നൈസായിട്ട് ചുട്ടെടുക്കുന്ന സാധനമാണ്. നമ്മുടെ നാട്ടിലെ പത്തിരി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതിനേക്കാട്ടിലും നൈസായിട്ട് സാധനം ചുട്ടെടുക്കുന്നത് കിലാഞ്ചിയും. ഇതിനോട് പാലുണ്ട് കേട്ടോ. ലക്ഷദ്വീപിലൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതലും കല്യാണങ്ങൾക്കും അതുപോലെ ഇവിടെ ഗസ്റ്റുകൾക്ക് കൊടുക്കാനാണ് ഇവർ കൂടുതൽ കിലാഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സൂപ്പർ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. കിലാഞ്ചി ആയിട്ട് നമുക്ക് പാലും പഴം കൂടി നല്ലൊരു ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അത് സൂപ്പറായിരുന്നു. അന്ന് രാവിലത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലൈറ്റിന് സമയമായിട്ടുണ്ട്. അവരോട് വീട്ടിലുള്ള എല്ലാവരുടെ യാത്ര പറഞ്ഞ് എന്തായാലും ഞങ്ങളും വളരെ സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ വീട്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 10:15 അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊക്കെ മിസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ. പോകാൻ നേരം സത്യം പറഞ്ഞാൽ ചെറിയൊരു സങ്കടമുണ്ട്. നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ ലക്ഷദ്വീപ്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ ഞങ്ങൾ അഗത്തി എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരിക്കലും വരുവാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ നിൽക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ അതുപോലെ ഇത്തവണ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളെല്ലാവരോടും. ശരിക്കും നമ്മളൊരു ഗസ്റ്റാണ്. അങ്ങനത്തെ ഇവിടെ ആർക്കും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര നമ്മൾ വരുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് തന്നെ അവരിൽ ഒരാളെ പോലെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി ഒരു 5 മിനിറ്റിൽ എയർപോർട്ട് ഒന്നും കേട്ടോ.